പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പ്രധാന തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ് എന്ന് കണ്ടു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റ അപകടത്തിൽപ്പെട്ട ഒരാളെ മതിയായ യോഗ്യതയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണറുടെ സമീപത്ത് എത്തിക്കുകയോ ഡോക്ടറുടെ സാന്നിധ്യവും സഹായവും ലഭ്യമാക്കുകയോ ചെയ്യുന്നതിന് മുൻപായി ഒരു സാധാരണയാൾ അയാളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയോ അടിയന്തര സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയോ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ പറയുക. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് അഡ്മിനിസ്ട്രേറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഇഞ്ചുറി ഓർ സഡൻ ഇൽനസ് by bystander or other lay person before the arrival of trained medical personnel എന്നാണ് മെഡിക്കൽ ഡിക്ഷണറിയിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റ ഒരു വ്യക്തിക്ക് എമർജൻസി ബേസിസിൽ അടിയന്തരമായി നൽകുന്നതാണ് ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ അയാൾക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നാം ചെയ്യുന്നതാണ്. അപ്പം ആ അപകടവുമായി ബന്ധപ്പെടുത്തി അയാൾക്കുണ്ടായിട്ടുള്ള ഒരു പ്രൈമറി ഷോക്ക്, അതിൽ നിന്ന് അയാളെ മോചിപ്പിക്കുക എന്നൊരു ലക്ഷ്യം അതിനകത്തുണ്ട്. തുടർന്ന് കൂടുതൽ വഷളായ സാഹചര്യത്തിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ട്. അപ്പം അറിവില്ലായ്മയോ നിഷേധാത്മക നിലപാടുകളോ മൂലം അദ്ദേഹത്തിനുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കുക, അതാണ് പ്രധാനമായും ഫസ്റ്റ് എയ്ഡിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ബുദ്ധിപൂർവം ചെയ്യേണ്ടുന്ന ഒന്നാണ്. ബൈ എക്സ്പീരിയൻസ്, ബൈ ഒബ്സർവേഷൻ വി ക്യാൻ ലേൺ ഹൗ ടു മാനേജ് സം ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ്. പരിക്കേൽക്കപ്പെടുന്ന, പാമ്പ് കടിയേൽക്കുന്ന, കോച്ചിപ്പിടുത്തം വരുന്ന, അങ്ങനെയുള്ള ചെറിയ മുറിവുകൾ പറ്റുന്ന, മരണത്തിന് കാരണമാകാവുന്ന, അപകടങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ ഫസ്റ്റ് എയ്ഡിന്റെ സാധ്യത നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോ ചില നിശ്ചിത തത്വങ്ങളോട്, നിശ്ചിത പ്രിൻസിപ്പിൾസിനോട് ചേർത്ത് നിർത്തിയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കാണുന്നത്. ഒന്നാമത്തത്, വാട്ട് എവർ മേ ബി ദ സിറ്റുവേഷൻ യു ഷുഡ് നോട്ട് ബിക്കം പാനിക്. അതാണ് ഒന്നാമത്തെ. നെവർ ഗെറ്റ് പാനിക് വെൻ യു ഫേസ് ദ വിക്ടിം ഓഫ് ആൻ ആക്സിഡന്റ് ഓർ ഇൻജുറി. Remain calm, composed, and quickly decide what to do under the circumstances. നമ്മൾ അപകടം കണ്ടു ഉടനെ നമ്മൾ ഭയങ്കര അസ്വസ്ഥരായി പോയി പാനിക് സിറ്റുവേഷനിലേക്ക് പോയാൽ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും. അതിന് പകരമായി ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ കാമായി നമ്മൾ ക്വിക്കായി തീരുമാനങ്ങൾ എടുത്ത് മുന്നേറുകയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, നമ്മൾ കണ്ടെത്തുന്ന വ്യക്തി ബ്ലീഡിങ് ഉണ്ടാകുന്നതാണ്, രക്തസ്രാവമുണ്ട് എന്ന് കരുതുക. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യം, ആ ബ്ലീഡിങ് ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യണം. അതല്ല ഏതെങ്കിലും വിഷവാതക ചോർച്ചയാണ്, അല്ലെങ്കിൽ അമോണിയ ചോർന്നു എന്ന് കരുതുക. അപ്പൊ ആ സമയത്ത് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അയാൾക്ക് ഉണ്ടാകാവുന്ന ശ്വാസതടസ്സത്തെ മറികടക്കാനുള്ള പ്രവർത്തനം നടത്തണം. അപ്പൊ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരിക്കണമെന്ന് ഫസ്റ്റ് എയ്ഡിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഡു ദ ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ഡു ദ ഫസ്റ്റ് തിങ് ഫസ്റ്റ്. ആദ്യം ചെയ്യേണ്ടത് ഏതാണോ അത് നമ്മൾ ചെയ്യുക. മുറിവേറ്റവനെ പരിചരിക്കുന്നത് പോലെയല്ല വിഷവാതകം ശ്വസിച്ചവൻ. കിണറിലിറങ്ങി ഓക്സിജൻ ലഭിക്കാതെ വരുന്ന ആളെ പരിചരിക്കുന്നത് പോലെയല്ല വാഹനാപകടത്തിൽപ്പെട്ട ആളെ പരിചരിക്കേണ്ടത്. ഓരോ തലങ്ങളിലും വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഈ ബൈസ്റ്റാൻഡർ സ്വീകരിക്കേണ്ടത്. അതുപോലെ ചെക്ക് ദ ജനറൽ കണ്ടീഷൻ. മൂന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കണം, പൊതുവായ ഒരു സാഹചര്യം നമ്മൾ നോക്കുക. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്. ഒന്ന്, ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് നോക്കണം നമ്മൾ. ഒന്ന് പ്രധാനമായി നമ്മൾ നോക്കുക ഹാർട്ട് ബീറ്റ് ആണ്, അല്ലെ? ഹാർട്ട് ബീറ്റ് നമുക്ക് നോക്കാൻ പറ്റും. ഹൃദയം ഇടിക്കുന്നുണ്ട്, ആള് ജീവിച്ചിരിപ്പുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണ്ടേ. റെസ്പിറേറ്ററി റേറ്റ് നമ്മൾ നോക്കണം. ഒപ്പം ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, എത്രമാത്രം ബോധവാനാണ് അയാൾ എന്നതും പ്രധാനപ്പെട്ട കാര്യം. അയാൾ എത്രമാത്രം ബോധവാനാണ് എന്നുള്ള കാര്യം നോക്കുക. റെസ്പിറേറ്ററി റേറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഒപ്പം അയാളുടെ ഹാർട്ട് റേറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഹൃദയമിടിപ്പ് നോക്കണം,
ശ്വസന പ്രക്രിയ നോക്കണം, അയാളുടെ ബോധാവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ളതും പ്രധാനമായി നോക്കണം. ഇത് പൊതുവായ ഒരു തത്വമാണ്. എവിടെ ആയിരുന്നാലും ഏത് അപകടത്തിൽപ്പെട്ട ആളെ പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് നടത്തേണ്ടി വന്നാലും എമർജൻസി കെയർ നടത്തേണ്ടി വന്നാലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന കാര്യമാണ്. മറ്റത്, place the victim in a comfortable position, facilitating his breathing without any or impediment. പരിക്കേറ്റയാൾ, അപകടത്തിൽപ്പെട്ടയാൾ, മുറിവേറ്റയാൾ, അസ്വസ്ഥതപ്പെടുന്നയാൾ, അത് ആരുമാകട്ടെ, അയാൾക്ക് കൃത്യമായി ശ്വസിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള രീതിക്ക് അയാളെ മാറ്റണം. കൃത്യമായി ബ്രീത്തിങ് നടത്താൻ, ബ്രീത്തിങ് ആണ് ഏറ്റവും നെസസറി ഒരു ബേസിക് നീഡാണ് അല്ലെ, നെസസിറ്റിയാണ്. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് അയാളെ നമ്മൾ മാറ്റണം. അതിനിരയായ ആളെ കംഫർട്ടബിൾ പൊസിഷനിലേക്ക് നമ്മൾ മാറ്റണം. ഇങ്ങനെ വരുന്നത് തുടർന്നുണ്ടാവുന്ന ഇനീഷ്യൽ ഷോക്ക് ഉണ്ടാവാനോ വേദനയിലോ ഡിസ്കംഫർട്ടിലോ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ ഇടയാക്കും. ശ്വസിച്ചാൽ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും. അതുപോലെ തന്നെ അപ്പൊ വാഹനാപകടത്തിൽ പരിക്കേറ്റു, അയാള് അൺകോൺഷ്യസ് ആണ്, അയാള് നമ്മൾ നോക്കി ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ഉണ്ട്, പക്ഷെ അൺകോൺഷ്യസ് ആണ്. അപ്പൊ ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ കൂടും അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് അല്ലെങ്കിൽ എമർജൻസി കെയർ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ആദ്യം ചെയ്യേണ്ടുന്നത് അവിടെ കൂടുന്ന വലിയൊരു ക്രൗഡ് ഒഴിവാക്കുക എന്നുള്ളത്. വലിയൊരു ആൾക്കൂട്ടം അവിടെ കൂടാനായിട്ട് ഉണ്ടാകും. നെവർ അലോ പീപ്പിൾ, എസ്പെഷ്യലി ചിൽഡ്രൻ, ടു ക്രൗഡ് അറൌണ്ട് ദി വിക്ടിം. ആ പരിക്കേറ്റ ആളിന് ചുറ്റും ഇങ്ങനെ ആള് കൂടി നിന്നാൽ അയാൾക്ക് ഓക്സിജൻ പോലും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരും, ഒരു അസ്വസ്ഥത ഉണ്ടാകും. അതുണ്ടാവാനായിട്ട് പാടില്ല. ആ സാഹചര്യത്തെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഹാൻഡിൽ ദ സിറ്റുവേഷൻ കെയർഫുള്ളി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം റിസോഴ്സ്ഫുള്ളി, ഓൾസോ ബൈ സിമ്പത്തറ്റിക്, നെവർ റൂഡ് ഓർ ക്രൂഡ് ഇൻ യുവർ വേസ്. റൂഡായിട്ട് നമ്മൾ പെരുമാറാൻ പാടില്ല. പരുക്കൻ സ്വഭാവത്തോടെ നമ്മളവിടെ ഇടപെട്ടിട്ട് കാര്യമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായി ഡീസന്റായി നമ്മൾ ആ സാഹചര്യത്തെ മറികടക്കണം. ആ സിറ്റുവേഷനെ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യണം. അവിടെ കിട്ടാവുന്ന റിസോഴ്സസ് മുഴുവൻ പ്രയോജനപ്പെടുത്തി നമ്മൾ ആ വ്യക്തിമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അടിയന്തരമായ ശുശ്രൂഷകൾ നൽകണം. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് അറിയാം, നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെട്ടിരിക്കണം. ഏത് സാഹചര്യമാണെങ്കിലും ആരോഗ്യകരമായ ചുറ്റുപാടുകളെ കുറിച്ച്, അപ്പം അനാട്ടമിയെ കുറിച്ച്, ഫിസിയോളജിയെ കുറിച്ച് ഒക്കെ ചെറിയ പരിചയം ഉണ്ടാകുന്നത് നല്ലതാണ്. ബി ഫെമിലിയർ വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഹൈജീൻ ആൻഡ് അനാട്ടമി, ഫിസിയോളജി. അങ്ങനെ നമ്മൾ ചെയ്താല് നമ്മുടെ സർവീസ് കുറെ കൂടി നല്ല രീതിക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയും. മറ്റൊന്ന്, ഈ അപകടത്തിൽപ്പെട്ട ആളിന്റെ ശരീരം ക്ലീനായി ഹൈജീനായി സൂക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു കോട്ടൺ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റ് പോലുള്ള സാധനം ഉപയോഗിച്ച് പെട്ടെന്ന് കവർ ചെയ്ത് അവിടെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം. മറ്റ് യാതൊരു തരത്തിലുള്ള അണുക്കള്, രോഗാണുക്കള് ഒന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യും. Keep the body of the patient warm by using clean and hygienic wrappings such as blanket or thick cotton sheet. അങ്ങനെ നമ്മൾ മാറ്റണം. ഇനി മുറിവേൽക്കുക, കടിയേൽക്കുക അങ്ങനെയൊക്കെയാണ് എന്ന് കരുതുക. ഒരാൾക്ക് സർപ്പദംശനമേറ്റു, പാമ്പ് കടിയേറ്റു, അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മൾ മുറിവ് കഴുകി വൃത്തിയാക്കണം. നല്ല തുണി കൊണ്ട് മുറിവാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വന്നാല് നമ്മൾ മുറിവ് കെട്ടണം. നല്ല തുണി കൊണ്ട്, വൃത്തിയുള്ള ക്ലീൻ ക്ലോത്ത് കൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ആ മുറിവ് കെട്ടണം. ആ മുറിവിന് ചുറ്റും നമ്മൾ കെട്ടും, സാധാരണ നമ്മൾ ചെയ്യുന്നതാണ്. അത് ശ്രദ്ധിക്കുക.
അപ്പൊ ഫ്രാക്ചറാണ് ഉണ്ടായത്, ഒടിവാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഉണ്ടായെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അയാൾക്ക് ഏറ്റവും വേദന കുറയുന്ന തരത്തിൽ ആ ഫ്രാക്ചർ ഉണ്ടായ ഭാഗം അയാൾക്ക് ഏറ്റവും കംഫർട്ടായ ഒരു പൊസിഷനിൽ വെക്കുക എന്നുള്ളത്. കാലൊടിഞ്ഞു കിടക്കുക, അപ്പൊ കാല് മടക്കി വെക്കാൻ പറഞ്ഞ് കാല് കുച്ചു കൂട്ടി വണ്ടിയെ കയറ്റി വെച്ചാൽ പോലെ. അപ്പൊ അത് എത്ര കൃത്യമായി ചെയ്യാൻ കഴിയുമോ അങ്ങനെ വന്നാൽ അങ്ങനെ നമ്മൾ നോക്കണം. പ്രധാനമായും ഒടിഞ്ഞ ഭാഗം നമ്മൾ മാറ്റി വെക്കാനോ കൂട്ടിച്ചേർക്കാനോ ഒന്നും നമ്മൾ പരിശ്രമിക്കാൻ പാടില്ല. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വെച്ച് എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ സേവനം നമ്മൾ തേടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന്, അതാണ് ഏറ്റവും അടുത്ത പ്രിൻസിപ്പിൾ. റഷ് ദ പേഷ്യന്റ് ടു ദ നിയർ ബൈ ക്ലിനിക് ഓർ ഹോസ്പിറ്റൽ വിതൗട്ട് എനി ഡിലേ. ഒരു താമസവും ഉണ്ടാവാൻ പാടില്ല. ഒരു താമസവും ഉണ്ടാവാതെ ഈ പേഷ്യന്റിനെ, ഈ വിക്ടിമിനെ, പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഇപ്പൊ വാഹന അപകടമാണ്, സ്വാഭാവികമായിട്ടും ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാഹനങ്ങളിൽ ഉണ്ടാവും. അതെടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഏതൊക്കെയാണ്, എന്തൊക്കെയാ സാധാരണ ഉണ്ടാവുക? സാധാരണ ഉണ്ടാവുക സിസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പം സാധാരണഗതിയിൽ മുറിവൊക്കെ ഉണ്ടായാൽ മുറിവിന്റെ അകത്തു നിന്നൊക്കെ സാധനങ്ങളൊക്കെ മാറ്റാൻ ടിസ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലേ? ചെറിയൊരു സാധനങ്ങളൊക്കെ മാറ്റാനായിട്ട് സേഫ്റ്റി പിന്നുകൾ ഉണ്ടാവും. അപ്പം ഡ്രസ്സിങ്ങിന് വേണ്ടിയുള്ള അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാവും. റോളർ ബാൻഡേജ് ഉണ്ടാവും. പെട്രോളിയം ജെല്ലുണ്ടാവും. അത് സ്വാഭാവികം ബേണിംഗ് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമ്മൾ ഉപയോഗിക്കുക. അയഡിൻ ഉണ്ടാവും, ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടാണ്. സ്പിരിറ്റ് സൂക്ഷിക്കാറുണ്ട്. പ്ലാസ്റ്റർ നമ്മൾ കരുതാറുണ്ട്. ഇത്തരം സാധനങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ സാധാരണ നമ്മൾ കരുതുന്നത്. അത്യാവശ്യമായി ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളെ അണുബാധ കൂടാതെ ബ്ലീഡിങ്ങും മറ്റു വിഷയങ്ങളും കൂടുതൽ ശക്തമാകാതെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായുള്ള പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന അടിസ്ഥാന തത്വം.